കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. അപ്പോൾ ഇന്നിപ്പോൾ ഏകാദശി കഴിഞ്ഞു, ദ്വാദശി പണം വെച്ചു. എല്ലാവർക്കും സന്തോഷമായ സമയമാണ്. ഉണ്ണിക്കണ്ണനും സന്തോഷമാണ്. വന്ന് അദ്ദേഹത്തിൻ്റെ ഉച്ചപൂജയും കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ കളഭാലങ്കാരം എന്താണെന്ന് അറിയണ്ടേ? നമുക്കതിനുള്ള ആകാംക്ഷയിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടിയും തൊഴാൻ പോവുക. കുറച്ച് ഇനിയിപ്പോൾ എന്തായാലും 3:30-ക്ക് ശേഷമാണ് പറ്റുള്ളൂ കേട്ടോ. ഭക്തരൊക്കെ 3:30-ക്ക് ശേഷമാണ് നട തുറക്കുള്ളൂ. എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കണ്ട ഒരു പ്രതീതി ഉണ്ടാവണ്ടേ? എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഗണപതിയുടെ അവിടെ നിന്ന്, കിഴക്കേ നടയിലെ ഗണപതിയുടെ അവിടെ നിന്ന് തുടങ്ങാം. അവിടെ പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഗുരുവായൂരപ്പനെ തൊഴാൻ വേണ്ടി പോവാം. ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് ചെന്ന് വിഘ്നങ്ങളെല്ലാം മാറ്റിത്തരാൻ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടെ നിന്ന് ഗുരുവായൂരപ്പൻ്റെ നടയിലൂടെ നമ്മൾ അകത്തേക്ക് പോരുന്നു. അങ്ങനെ വന്ന് ആ ശ്രീലകത്ത് ഇവിടേക്ക് എത്തുമ്പോൾ, ആ വാതിൽ മാടത്തിൻ്റെ അവിടെ നിന്ന് എത്തുമ്പോൾ തന്നെ കാണാം നന്നായിട്ടുള്ള പൊന്നിൻ്റെ തിളക്കവും നെയ്വിളക്കിൻ്റെ തിളക്കവും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ നമ്മളെ മേൽപ്പത്തൂരിൻ്റെ നാരായണ ഭട്ടതിരിയുടെ അവിടേക്കൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിച്ചു. അതേപോലെ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണിനെ ഒന്ന് സ്മരിച്ചു. അങ്ങനെ നമ്മൾ അതിനെ ഇറങ്ങി വരുമ്പോൾ ശ്രീലകത്തുള്ള ആദ്യം തന്നെ കാണുന്നത് നല്ല പാമ്പിൻ്റെ തലയാണ്. ആ പാമ്പിൻ്റെ തല ഇങ്ങനെ കാണാണ്ട് നല്ല വീതിയുള്ള ആ പട്ടൊക്കെ കൊണ്ട് പാമ്പിൻ്റെ തല ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ തലയൊക്കെ കണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മളെ പൊന്നുണ്ണിയുടെ 2 കാലിലും കാൽത്തളകൾ കാണാനുണ്ട്. ആ പട്ട് ഞൊറിഞ്ഞെടുത്ത്, മഞ്ഞപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ടു വരുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ അരയിൽ കിങ്ങിണി കാണാനുണ്ട്. അങ്ങനെ കുറച്ചും കൂടി നോക്കുമ്പോൾ കുമ്പയൊക്കെ നല്ല വീർത്തിരിക്കുകയാണ്. അത് ഏകാദശി കഴിഞ്ഞിട്ട് ദ്വാദശി സദ്യയൊക്കെ കഴിച്ചിട്ട് നേദ്യമൊക്കെ കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തിലാണ് അദ്ദേഹം. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ 2 കൈ കൊണ്ടും പൊന്നോടക്കുഴലും കൂടി ഊതുകയാണ് കേട്ടോ. അപ്പോൾ കാളിയമ്പാമ്പിൻ്റെ തലയിൽ നൃത്തം ചവിട്ടണമുണ്ട്, ഓടക്കുഴൽ വിളിക്കണമുണ്ട്. വളരെ സന്തോഷത്തിലാണെന്നേ. നല്ല സന്തോഷമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടിയ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലിങ്ങനെ ആനന്ദ നൃത്തം ആടുകയാണ്. അപ്പോൾ അതൊരു വളരെ സന്തോഷകരമായ ആ ഒരു അവസ്ഥയാണ്. എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ആ ഗുരുവായൂരപ്പന് ഒന്ന് എല്ലാ ഭക്തരുടെയും ആ എന്താ പറയുക വിഷമങ്ങളൊക്കെ കേട്ടിട്ടേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ടു, സന്തോഷങ്ങളൊക്കെ കേട്ടു. അപ്പോൾ അതും കഴിഞ്ഞ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് വീണ്ടും 52 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണർന്നിരുന്നതല്ലേ, അപ്പോൾ വീണ്ടും ഇതാ നട തുറന്നു. അപ്പോൾ കാളിയമർദ്ദകനായിട്ടുള്ള നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ കാണുകയാണ്. ആ തിരുമുമ്പിൽ നിന്ന് ഇങ്ങനെ കാണുക. വളരെ നല്ല സന്തോഷത്തോടു കൂടി തന്നെ കാണാം. പൊന്നിൻ്റെ ഗോപി വെച്ചിട്ടുണ്ട് ആ നെറ്റിയിൽ. അതുപോലെ വളയം പോലത്തെ ഒരു മാല ഉണ്ട്. കാതിൽ പൂക്കളുണ്ട്, കാതിൽ ചെവിപ്പൂക്കളുണ്ട്. അതേപോലെ തിരുമുടി മാല കെട്ടിയിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്, പീലിയുണ്ട് കളപ്പം കൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞാൽ വെളുത്തതും ചുവന്നതുമായിട്ടുള്ള ആ ഉണ്ടമാല ഉണ്ട്. അതേപോലെ സമം ചേർത്തിട്ടാണ് ഉണ്ടമാല, ഇങ്ങനെ വെള്ള, ചുവപ്പ്, പച്ച എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഉള്ള ഒരു കളറിൽ, അതായത് തുളസിയും കൂടി ചേർത്തിട്ടുള്ള ഉണ്ടമാല ഉണ്ട്. പിന്നെ മേലെ വിധാനമായിട്ട് 2-3 ഉണ്ടമാലകൾ കാണാനുണ്ട്. അങ്ങനെ തുളസി മാലയൊക്കെ ആയിട്ട് ഇങ്ങനെ ചാർത്തിയിട്ട് കാണാനുണ്ട്. പൊന്നോടക്കുഴൽ ഇങ്ങനെ ഊതി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനാണ് കേട്ടോ ഇന്നത്തെ കളഭാലങ്കാരം. എല്ലാവരും കണ്ടോളൂ. കൃഷ്ണ ഹരേ ജപിക്കുക. ഗുരുവായൂരപ്പനോട് എല്ലാ കാര്യങ്ങളും പറയുക. എന്നിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ ഇറങ്ങാം. സോപാനത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി തടപ്പള്ളിയുടെ അവിടെയൊക്കെ നോക്കിയിട്ട് അവിടേക്കൊക്കെ ഒന്ന് നോക്കി ഒന്ന് തൊഴുത് സപ്തമാതാക്കളെയൊക്കെ കണ്ട് വണങ്ങി ഇങ്ങനെ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് വിഘ്നേശ്വരൻ്റെ അതാ ഗണപതി ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല മാലകളുണ്ട്, ധാരാളം പൂക്കളുണ്ട്.
അപ്പോൾ അദ്ദേഹത്തെ കണ്ട് തൊട്ടിട്ട് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ കണ്ടു തൊഴുത് അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ആ സൈഡിലൂടെ അങ്ങനെ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ ആ ചെറിയ വിഗ്രഹം കാണാം. അവിടെ നിന്ന് തൊട്ട് തലോടി അങ്ങനെ ആ വിഘ്നേശ്വരൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ബാക്കിയുള്ള അതായത് ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ കാണാം. മത്സ്യകൂർമ്മ, വരാഹം, നരസിംഹം വരെ അവിടെ ഉണ്ട്. മേൽശാന്തിര ആ ഭാഗം വരെ. എന്നിട്ട് മേൽശാന്തിര അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് അങ്ങനെ വരുമ്പോൾ അനന്തപത്മനാഭസ്വാമീനെ കാണാം. അവിടെയൊക്കെ കണ്ടിങ്ങനെ വന്ന് അവിടെയൊക്കെ പ്രാർത്ഥിച്ച് നേരെ തൃക്കോവിലിൻ്റെ പുറകുവശത്തായിട്ട് അങ്ങോട്ട് നമസ്കരിക്കുക. സാഷ്ടാംഗം നമസ്കരിക്കുക. മുൻവശത്ത് പറയാൻ പറ്റാത്തതൊക്കെ ഇവിടെ പറയാം. അങ്ങനെ അവിടുന്ന് നേരെ ഇങ്ങനെ വീണ്ടും നോക്കുമ്പോൾ ബാക്കിയുള്ള ബലരാമൻ, അതുപോലെ പരശുരാമൻ, അങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ കണ്ട് വീണ്ടും കണ്ണനെയൊക്കെ കണ്ട് മുരുകനെയൊക്കെ കാണാം. അതേപോലെ ഹനുമാൻ സ്വാമീനെയൊക്കെ കണ്ട് ഹനുമാൻ സ്വാമിയുടെ അവിടെ കുങ്കുമം കൊണ്ട് അഭിഷേകം ധാരാളം ഉണ്ടെന്ന് ഒരു വെറ്റിലമാലയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും വസുദേവരുടെയും ഒക്കെ കണ്ടങ്ങനെ വരാം. അങ്ങനെ ആ ഓവിൻ്റെ അവിടെ വന്ന് അവിടെ ഒന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് നോക്കിയാൽ അവിടെ പോയിട്ട് നമ്മുടെ താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിക്കാം. അത് കണ്ട് മണിക്കിണർ കാണാം. അത് കഴിഞ്ഞാൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ നൃത്തം ചെയ്യുന്ന നൃത്താറയിലേക്ക് നോക്കിയാൽ അവിടെ വിളക്ക് കത്തുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹം നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. അങ്ങനെ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ കുറൂരമ്മേനെയും കൃഷ്ണാട്ടം, അത് നാരായണനെയും ഒക്കെ കണ്ടിങ്ങനെ ഇറങ്ങി പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാലേ പ്രസാദത്തിന് തുടങ്ങുള്ളൂ. അപ്പോൾ എന്തായാലും അവിടുന്നൊക്കെ വാങ്ങി നേരെ ഇങ്ങനെ പോരാം. അങ്ങനെ പോകുന്ന ഭഗവതിയുടെ അടുത്ത് എത്താം. ഭഗവതിയുടെ അടുത്ത് അവിടെ അതാ നല്ല സുന്ദരിയായിട്ടാണ് നമ്മുടെ അമ്മ ഇരിക്കുന്നത്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ധാരാളം പൂക്കളുണ്ടെന്ന് നമ്മുടെ മുന്നിൽ, മാലയുണ്ട്, നന്നായിട്ടുള്ള അലങ്കാരം തന്നെയാണ്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആ കോണിൽ നിന്നിട്ട് മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് നോക്കിയാൽ കൊടിമരത്തിൻ്റെ കാണാം. കൊടിമരത്തിൻ്റെ അവിടുന്ന് ഒന്നുകൂടി നമ്മളെ പൊന്നുണ്ണീനെ കാണാം, കാളിയമർദ്ദകനെ. അപ്പോൾ അതൊന്ന് പ്രാർത്ഥിച്ച് ആ കൊടിമരത്തിൻ്റെ ആ വശത്ത് അവിടെ നിന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. അത് കഴിഞ്ഞാൽ കൂത്തമ്പലത്തിലേക്ക് പോവാം. ഇന്നിപ്പോൾ രാവിലെ ദ്വാദശിപ്പണമൊക്കെ വെച്ച ആ സ്ഥലത്തേക്കൊന്ന് നോക്കിയിട്ട് അവിടെയും പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് അയ്യപ്പൻ്റെ അടുത്ത് വന്ന് അയ്യപ്പനെ കണ്ട് തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ട് തൊഴുത് നമുക്കൊന്ന് വലം വെച്ചിട്ട് ആ പടിഞ്ഞാറ നടറ അവിടെ എത്തുമ്പോൾ ദീപസ്തംഭത്തിലെ കണ്ണനെയും കാണാം, ആ കൊടിമരത്തിലെ കണ്ണനെയും കാണാം. അങ്ങനെ ആ കൊടിമരത്തിലേക്ക് നോക്കിയിട്ട് വേണുഗോപാല സ്വരൂപമായിട്ടുള്ള മുരളീധരനായിട്ടുള്ള രൂപത്തെ നോക്കി കണ്ട് പ്രാർത്ഥിക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അപ്പം അങ്ങനെ ദ്വാദശി നാളിലെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജാലങ്കാരം നമ്മളെല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും കണ്ടു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഹരേ കൃഷ്ണ. ഇത് പറ്റാവുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.